കോമ്പൗണ്ട്സ്. Compounds are formed by the combination of elements in a particular ratio. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇപ്പം H2O എന്നൊരു കോമ്പൗണ്ട്. എങ്ങനെ H2O ഫോം ചെയ്യുന്നത്? H എത്രണ്ണമുണ്ട്? 2 Hഉം 1 Oയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഏതുണ്ടാവുന്നത്? H2O എന്ന കോമ്പൗണ്ട് ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ 2:1 ഈ റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അത് എന്താവുള്ളൂ? വാട്ടർ ആവുള്ളൂ. ഇനി വേറൊരു എക്സാമ്പിൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ കാർബൺ എത്രയാണ്? 1. ഓക്സിജൻ എത്രയാണ്? 2. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എത്രയാണ്? 1:2. ഇനി ഈ കാർബണും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് CO, ഇതെന്താ സംഭവം? കാർബൺ മോണോക്സൈഡ്. ഇത് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് ഓരോ രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്തൊരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ എപ്പോഴും എന്താ വേണ്ടത്? ആ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ റേഷ്യോയിലാണ് ഫോം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ H2Oൻ്റെ കേസിൽ Hഉം Oയും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ആവുമോ? ഇല്ല. H2O എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 Hഉം 1 Oയും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് H2O കിട്ടുന്നത്. അപ്പോൾ കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ പർട്ടിക്കുലർ റേഷ്യോ. ഇനി കോമ്പൗണ്ട്സ്, മോളിക്യൂൾസ്, ആറ്റംസ്. ഒരു കോമ്പൗണ്ട് നമ്മുടെ വാട്ടറിൻ്റെ അകത്ത് ഏതൊക്കെ ആറ്റംസ് ആണ് പ്രസൻറ്റ് ആയിട്ടുള്ളത്? നമ്മുടെ വാട്ടറിൻ്റെ അകത്ത് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇനി കാർബൺ ഡൈ ഓക്സൈഡ്, ഏതൊക്കെ ആറ്റംസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡിൽ പ്രസൻറ്റ് ആയിട്ടുള്ളത്? കാർബൺ ആൻഡ് ഓക്സിജൻ. ഇനി നമ്മുടെ ഷുഗറിൻ്റെ അകത്ത് ആരൊക്കെയുള്ളത്? ഷുഗർ എന്ന് പറഞ്ഞാൽ C12H22O11. ഇതാണ് അതിൻ്റെ ഫോർമുല. ആരൊക്കെയുണ്ട്? കാർബൺ ഉണ്ട്, അതുപോലെ ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ തന്നെ ആരുമുണ്ട്? ഓക്സിജൻ. കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഒരു പർട്ടിക്കുലർ റേഷ്യോയിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഷുഗർ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ടാവുള്ളൂ. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടാണ്. കാർബണും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് ഒന്നുകിൽ കാർബൺ ബേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കാൽസ്യം കാർബണേറ്റ്, അതുപോലെ ഡീകമ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഇനി നമുക്ക് അടുത്തത് നോക്കാവുന്നത് എന്താണ് കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? CO2. കാർബൺ ഡൈ ഓക്സൈഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് CO2 എന്നല്ലേ? ഇങ്ങനെയുള്ള റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കെമിക്കൽ ഫോർമുല. ഇനി അപ്പോൾ നമ്മുടെ H2O എങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്? H2O. ഇതൊരു കെമിക്കൽ ഫോർമുലയാണ്. അതുപോലെ അമോണിയ എങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും? NH3. ഇതെന്താണ്? ഒരു കെമിക്കൽ ഫോർമുലയാണ്. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് ആക്കി പറയാതെ അതിനെ എലമെൻസിനെ യൂസ് ചെയ്ത് നമ്മൾ കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കെമിക്കൽ ഫോർമുല. അപ്പോൾ നമ്മൾ പറയില്ലേ കാർബണും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഒരു കെമിക്കൽ ഫോർമുലയാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? CO2 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇനി നമ്മുടെ ആസിഡിൻ്റെ കേസിൽ സൾഫ്യൂരിക് ആസിഡ് എങ്ങനെയാണ് നമ്മൾ എഴുതുക? H2SO4 സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? H2SO4. ഇനി HCl എന്താണ്? നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? HCl. ഇനി HNO3. ഈ HNO3 എന്താണ്? നമ്മുടെ നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? HNO3. ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല H2SO4, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ HCl ആൻഡ് നൈട്രിക് ആസിഡിൻ്റെ HNO3. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമുക്ക്
മോളിക്യൂൾസ് എഴുതി കഴിയും. ഒരു മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞൊരു, അതുപോലെ വാട്ടർ എന്ന് പറയുന്നത് മോളിക്യൂൾസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഏതൊക്കെ ആറ്റംസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ഇവിടെ കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ ഏതൊക്കെ ആറ്റംസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? കാർബൺ, ഓക്സിജൻ. കാർബണും ഓക്സിജനും. ഇവിടെ എന്തെന്നാണ് പറഞ്ഞേക്കുന്നത്? ഡയോക്സൈഡ്. അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം ഈ ഓക്സിജൻ്റെ കേസിൽ, ഗ്യാസസിൻ്റെ കേസിൽ അതെങ്ങനെ നിൽക്കത്തില്ല, സിംഗിളായിട്ട് നിൽക്കത്തില്ല എന്നല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കെമിക്കൽ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? കാർബൺ ഡൈഓക്സൈഡ്. ഡൈഓക്സൈഡ് എന്ന് പറയുമ്പോൾ എത്തുന്നുണ്ട് രണ്ടെണ്ണം. കാർബൺ ഡൈഓക്സൈഡ്. ദെൻ വാട്ടർ. വാട്ടറിൽ ഏതൊക്കെയുണ്ട്? ഹൈഡ്രജൻ, ഓക്സിജൻ. ഏതൊക്കെ ആറ്റംസ് ആണ്? ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജനും 1 ഓക്സിജൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം വാട്ടറിനെ? H2. ഈ രീതിയിലാണ് നമ്മൾ കെമിക്കൽ ഫോമുല എഴുതുന്നത്. അപ്പോൾ നമുക്കൊരു മോളിക്യൂൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ എത്ര ആറ്റംസ് ഉണ്ട്? ഇവിടെ നമ്മൾ പറഞ്ഞു 1, 2. കാർബൺ എത്രയുണ്ട്? ഒരാൾ. ഓക്സിജൻ 2. അപ്പോൾ ഇങ്ങനെ കെമിക്കൽ ഫോമിൽ എന്തായി? കാർബൺ ഡയോക്സൈഡ്. ഈ വാട്ടറിൻ്റെ കേസിൽ എന്തായി? ഹൈഡ്രജൻ 2, ഓക്സിജൻ 1. കെമിക്കൽ ഫോമിൽ എന്തായി? H2O. ഈ രീതിയിലാണ് നമ്മൾ എന്ത് റെപ്രസെൻ്റ് ചെയ്യിക്കുന്നത്? കെമിക്കൽ ഫോമുല റെപ്രസെൻ്റ് ചെയ്യുന്നത്. Chemical formula of sulfuric acid is H2SO. ഇത് ഒരു മോളിക്യൂൾ സൾഫ്യൂരിക് ആസിഡ് ആണ്. ഒരു മോളിക്യൂൾ സൾഫ്യൂരിക് ആസിഡ് H2SO4. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, എത്ര സൾഫർ ആറ്റം ഉണ്ട്, എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? ഹൈഡ്രജൻ ആറ്റംസ് എത്രയുണ്ട്? എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റം. ഇനി സൾഫർ. എത്ര സൾഫർ ആറ്റംസ് ഉണ്ട്? 1 സൾഫർ ആറ്റം. എത്ര ഓക്സിജൻ ഉണ്ട്? എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 4 ഓക്സിജൻ. അപ്പോൾ ഒരു മോളിക്യൂൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ അകത്ത് 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 1 സൾഫർ ഉണ്ട്, 4 ഓക്സിജൻ ആറ്റം. ഇത്രയും കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഏത് കോമ്പൗണ്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ H2SO4 എന്ന കോമ്പൗണ്ട് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ കുറച്ചെല്ലാം കാണിച്ചു തരാം. CO2. നമ്മുടെ CO2ൻ്റെ അത്ര എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 കാർബൺ ആറ്റം. എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 2 ഓക്സിജൻ ആറ്റം ആണല്ലോ. ഇനി നമ്മുടെ 5H2O. എത്ര മോളിക്യൂൾ H2O ഉണ്ട് ഇവിടെ? 5 മോളിക്യൂൾസ് ഓഫ് H2O. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? H എത്രയുണ്ട്? ഹൈഡ്രജൻ എത്രയുണ്ട്? 2 എണ്ണമാണോ ഉള്ളത്? അല്ല, അതുപോലത്തെ 5 സെറ്റ് ഉണ്ട്. അപ്പോൾ എത്രയാണ്? 5 × 2. ഈ ഇവിടെ കിടക്കുന്ന നമ്പർ ഇവിടെയുള്ള ഈ 2 എണ്ണത്തിലും എന്താണ്? ബാധകമാണ്. അപ്പോൾ H എത്ര എണ്ണമുണ്ട്? 10. അതുപോലെ O എത്ര എണ്ണമുണ്ട്? 5. നെക്സ്റ്റ് 7NH3. ഞാൻ പറഞ്ഞു ഈ 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 നിങ്ങൾ മാത്സിൽ നമ്മൾ പറയില്ലേ, ഈ 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 എലമെൻസിനും ബാധകം. അപ്പോൾ എത്ര N ഉണ്ട്? N7. എത്ര H ഉണ്ട്? 7 × 3. എത്ര H ഉണ്ട്? 3. നെക്സ്റ്റ് വൺ 2C12H22O11. കാർബൺ എത്രയുണ്ട്? 2 × 12 24. ഹൈഡ്രജൻ 22 ×
2 എത്രയുണ്ട് 44. Then oxygen 11 into 2 22. ഇത് 2 മോളിക്യൂൾ ഷുഗറിലാണ് കാർബൺ 24, ഹൈഡ്രജൻ 44 ആൻഡ് ഓക്സിജൻ 22. ഇനി 3NaCl എത്ര സോഡിയം ഉണ്ട്, എത്ര സോഡിയം ആറ്റം ഉണ്ട്? 3 സോഡിയം ആറ്റം. എത്ര ക്ലോറിൻ ആറ്റം ഉണ്ട്? 3 ക്ലോറിൻ. 3 സോഡിയം ആറ്റം, 3 ക്ലോറിൻ ആറ്റം. ഇനി ZnCl2ലാണെങ്കിലോ എത്ര സിങ്ക് ഉണ്ട്? Zn ഉണ്ട് 1. Cl എത്രയുണ്ട്? മനസ്സിലായോ? ഈ രീതിയിലാണ് നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ്. എപ്പോഴും നമ്പർ ഓഫ് ആറ്റംസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുക 5H2O 5 മോളിക്യൂൾ ഓഫ് H2O എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 1 മോളിക്യൂൾ ഓഫ് H2O എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്രയുണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്, 1 ഓക്സിജൻ ഉണ്ട്. അതുപോലത്തെ 5 എണ്ണം വരുമ്പോഴോ ഇതാ 5 into 2 10 hydrogen, then 5 into oxygen 5 oxygen, 5 into 1 5 oxygen, then 7NH3 N7H21, then C12 H22 O11 C24 H44 O22, then 3 sodium chloride, sodium 3 and chlorine. Okay.